അജിത് കുമാറിൻ്റെ DGP സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട്, തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അജിത് കുമാറിന് ഗുരുതര വീഴ്ചയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി എങ്ങനെ പിണറായി വിജയൻ അദ്ദേഹത്തെ DGP ആക്കാൻ കഴിയും? ഈ അജിത് കുമാറിനെ DGP ആക്കാൻ അതിൻ്റെ മേലുള്ള കുറച്ച് ആളുകളെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് ഇട്ടിട്ടാണ് അജിത് കുമാറിനെ DGP ആക്കാനുള്ള ഒരു തീരുമാനം തന്നെ മന്ത്രിസഭ അംഗീകരിച്ച് വന്നിരുന്നത്. ഇനി ഏകദേശം ഒരാഴ്ച മാത്രം കണ്ടേ ഉള്ളൂ അദ്ദേഹം DGP പദവിയിലേക്ക് എത്തും. പക്ഷേ കറക്റ്റ് സമയത്താണ് തൃശ്ശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ റിപ്പോർട്ടാണത്. ഈ തൃശ്ശൂർ പൂരം ഇതല്ല, ഇതിന് മുന്നിലത്തെ തൃശ്ശൂർ പൂരം ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്തുണ്ടായിരുന്ന തൃശ്ശൂർ പൂരം. അപ്പോൾ ആ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ആദ്യം CPI ആണ് അജിത് കുമാറിൻ്റെ പേര് വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നത്. അന്ന് നമ്മുടെ തൃശ്ശൂരുകാർ സ്വന്തം സുനിച്ചേട്ടൻ, അദ്ദേഹമാണല്ലോ, സുനിൽകുമാർ ആയിരുന്നു അന്ന് അവിടെ കാൻഡിഡേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാജയത്തിലേക്ക് പോകാനുണ്ടായ പ്രധാന കാരണം തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് ആളുകളിലുണ്ടായ വൈകാരിക തലമാണ് അദ്ദേഹത്തിന് വോട്ടായി മാറാതെ അദ്ദേഹത്തിന് എതിർ കാൻഡിഡേറ്റ്, അതായത് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞിട്ട് CPI തന്നെ LDFൻ്റെ യോഗങ്ങളിലൊക്കെ വലിയ ചർച്ചയായ ഒരു സംഭവമാണ്. പക്ഷേ അന്നും ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അജിത് കുമാറിനെ DGP ആക്കാനുള്ള തീരുമാനമൊക്കെ ഏകദേശം മന്ത്രിസഭ അംഗീകരിച്ച് ഫൈനലായി നിൽക്കുന്ന സമയത്താണ് ഇടുത്തി പോലെ രണ്ടാമത്തെ റിപ്പോർട്ട് വരുന്നത്. അന്ന് ഇതേ DGP തന്നെ, നിലവിലുള്ള DGP തന്നെയാണ് റിപ്പോർട്ട് കൊടുത്തിരുന്നത്. അജിത് കുമാറിന് പങ്കുണ്ട്, ആരോപണങ്ങൾ വസ്തുതയുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് തള്ളുക മാത്രമല്ല, അതിനുമേൽ കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കൂ എന്നാണ് അന്ന് സർക്കാർ DGP കൊടുത്ത നിർദ്ദേശം. അതിനെ തുടർന്ന് അതെ, അതിന് ശേഷമാണ് ഇപ്പോൾ അന്വേഷണം കഴിഞ്ഞ് കറക്റ്റ് ഇദ്ദേഹം DGP ആയി ചുമതലയേൽക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു പ്ലാൻഡ് ആയിട്ട് കൊടുക്കുന്നത് പോലെ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് അജിത് കുമാറിനാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ചുമതല. തിരുവനന്തപുരത്ത് നിന്ന് ADGP ആയിട്ടുള്ള അദ്ദേഹം അവിടെ ചെല്ലുന്നു. ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നു. അതിനുശേഷം അദ്ദേഹം പോയി കിടന്നുറങ്ങുന്നു. ഈ സമയത്താണ് ഈ പൂര വിവാദം ഉണ്ടാകുന്നത്. ഈ വിവാദം ഉണ്ടാകുന്ന സമയത്ത് തൃശ്ശൂരിൻ്റെ കൂടെ മന്ത്രിയായിട്ടുള്ള രാജൻ, റവന്യൂ മന്ത്രി K രാജൻ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം ഈ ADGPയെ വിളിക്കുന്നു, ADGP ഫോൺ എടുക്കുന്നില്ല. VS സുനിൽകുമാർ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. കളക്ടർ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. ഇവരാരും വിളിച്ചിട്ടും അജിത് കുമാർ ഫോൺ എടുക്കുന്നില്ല. പിന്നീട് DGP വിളിച്ചിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് വളരെ ലാഘവത്തോട് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന മറുപടിയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ ഒരു പ്രത്യേക ഒരു സംഭവത്തിന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി വിട്ട ഒരു മനുഷ്യൻ ഉറങ്ങുവാണെന്ന് അദ്ദേഹത്തിൻ്റെ എന്താണ്, അദ്ദേഹം പോലീസ് സേനയിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ അദ്ദേഹത്തിന്? അല്ല, അദ്ദേഹത്തിന് അത്രയധികം സ്വാധീനം മന്ത്രിസഭയിലുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ അൻവർ തന്നെ, PV അൻവർ തന്നെ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടാക്കി പാർട്ടിയിൽ നിന്ന് ഇറങ്ങി MLA സ്ഥാനം രാജിവെച്ച് വേറൊരു ഇലക്ഷനെ നേരിട്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു വിജയിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം ഉയർത്തിയ ആരോപണം ഇത് തന്നെയായിരുന്നു. അജിത് കുമാറിനെതിരെ, അദ്ദേഹത്തിൻ്റെ വീട് വെക്കുന്നതിനെതിരെ, അങ്ങനെയുള്ള പല സംഭവങ്ങളും, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം അനധികൃത സ്വത്ത് സമ്പാദനം, ഇതെല്ലാം ഇദ്ദേഹത്തിന് അത്രയധികം സ്വാധീനമുണ്ട്. നമ്മളത് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദാർഷ്ട്യം കണ്ടിട്ടില്ലേ? അപ്പോൾ അത്രയും സ്വാധീനമുണ്ട്. അതുകൊണ്ട് പല രഹസ്യങ്ങളും അജിത് കുമാറിന് അറിയാം. അതുകൊണ്ട് പിണറായി വിജയന് പോലും പേടിയാണ്. മകളുടെ കേസൊക്കെ വരുമ്പോൾ ഇയാളെയൊക്കെ വിറപ്പിച്ചാൽ എന്തുമാത്രം പണി കിട്ടുമെന്നറിയാമല്ലോ. അതാണ് സംഭവം. അപ്പോൾ അന്ന് ഇതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പൂരനഗരിയിലേക്ക് അത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. പകരം ആംബുലൻസുകൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ, അതും അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം. അപ്പോൾ ഇന്ന് ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഒരു സേവാഭാരതിയുടെ ആംബുലൻസിലാണ് സുരേഷ് ഗോപി അവിടെ വന്നിറങ്ങുന്നത്. ഈ സുരേഷ് ഗോപിക്ക് അവിടെ വന്നിറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് പോലീസാണ്. അതിന് നേതൃത്വം കൊടുത്തത് അജിത് കുമാറാണ്. അന്ന് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ അത് വന്നിരുന്നു. അതായത് CPI മെയിനായിട്ട് ഉന്നയിച്ചൊരു കാര്യം, സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമാകുന്ന രീതിയിൽ സുരേഷ് ഗോപിക്ക് അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതായത് സുരേഷ് ഗോപിക്ക് അവിടെ ആ സമയത്ത് ഒരു കളം ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ സുരേഷ് ഗോപിയാണ് ഇതിനെല്ലാം നോക്കി നമ്മുടെ കൂടെ നിന്നൊരു മനുഷ്യൻ എന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതിന് കൂട്ടുന്നത് ഈ അജിത് കുമാറാണ്. അത് മാത്രമല്ല,
ഇതിൻ്റെ തലേ ദിവസം RSSൻ്റെ ഒരു വലിയ നേതാവുമായിട്ട് ഇദ്ദേഹം അവിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നതിൻ്റെ വിവരങ്ങളും കൂടി പുറത്തു വരുന്നു. അത് വലിയ ആരോപണമായിട്ട് വന്ന ആദ്യഘട്ടങ്ങളിൽ നിഷേധിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ തെളിവുകളൊക്കെ പുറത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് അത് തള്ളിക്കളയാൻ പറ്റാതെ ഞാൻ കണ്ടിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അപ്പോഴും സർക്കാർ പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ കാണുന്നതിൽ എന്താണ് തെറ്റ്, അതാണ് ചോദ്യം. അപ്പോഴും സംരക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ റിപ്പോർട്ടിനകത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആദ്യം കൊടുത്തിട്ടും സർക്കാർ അത് ഗൗനിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നീട് ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിന് വിട്ടപ്പോഴാണ് DGP ആകുന്നതിന് തൊട്ട് മുന്നേ അദ്ദേഹത്തിന് ഒരു കറുത്ത കരിനിഴൽ വീണിരിക്കുന്നത് എന്നാണ് വസ്തുത. ഇനി അദ്ദേഹത്തിന് DGP ആവാനുള്ള വല്ല സാധ്യതയുണ്ടോ? ഇല്ല, ഇനി സാധ്യത വളരെ കുറവാണ്. അത് സർവീസും വളരെ കുറവല്ലേ ഇനിയിപ്പോൾ അങ്ങോട്ട്. അതായത് ഇതിലിപ്പോൾ പ്രധാനമായിട്ട് ഈ ക്രമസമാധാന ചുമതല ADGP എന്ന നിലയിൽ ഗുരുതരമായ കൃത്യവിലോപം തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടു എന്നാണ് ഇതുമായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ അത് തന്നെ ബാഡ് മാർക്കാണ്. പിന്നെ പൂരം അലങ്കോലപ്പെടുമെന്ന മുന്നറിയിപ്പ് ADGP അവഗണിച്ചു. അതായത് അത് മുന്നറിയിപ്പ് പോലും ലഭിച്ചിട്ട് പോലും അവഗണിച്ചു. ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ ADGP തൃശ്ശൂരിലുണ്ടായിരുന്ന ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ്. പൂരം അലങ്കോലപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ഇടപെടലുണ്ടായില്ല. പൂരത്തിനിടെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ മന്ത്രി അടക്കം വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. കാരണം ഗുരുതരമായ കൃത്യവിലോപമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പകൽ സമയത്തും ശേഷവും ഉന്നയിച്ചിട്ടും വിഷയം ഗൗരവത്തിലെടുക്കാൻ തയ്യാറായില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതുമാത്രമല്ല, ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായ ഒരു പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വികാരമാണല്ലോ അവരുടെ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. അതുമാത്രമല്ല, സുരേഷ് ഗോപി അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വോട്ടർമാർ കൂടുതലുണ്ടായിട്ട് പോലും അദ്ദേഹം ജയിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അതുമാത്രമല്ല, മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹത്തെ തള്ളാൻ കഴിയില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പല കേസുകളും പല വിഷയങ്ങളും ഇയാൾ വഴിയാണ് കടന്നു പോയിട്ടുള്ളത്. ആദ്യം ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളുടെയും പല ഇടനിലക്കാരനായിട്ട് നിന്നതും അല്ലെങ്കിൽ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അത് ആദ്യഘട്ടത്തിൽ അൻവറിനും ഇതിനോടൊക്കെ പങ്ക് ചേർന്നിരുന്നു. പിന്നീട് ഈ P ശശി വന്നതോടുകൂടി അൻവറിന് അവിടെ സ്വാധീനം കുറയുകയും അൻവറിനെ പതുക്കെ തള്ളുകയും ചെയ്തപ്പോഴാണ് അൻവർ ഇത്തരത്തിൽ പിണറായി വിജയനെതിരെയും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് MLA സ്ഥാനം പോലും വലിച്ചെറിഞ്ഞ് ഇതിലേക്ക് വന്നത്. പക്ഷേ അൻവറിന് പറ്റിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ തെളിയിക്കാൻ അൻവറിന് കഴിഞ്ഞില്ല. കാരണം ഈ പറഞ്ഞതുപോലെ കൊട്ടാര സദൃശമായൊരു വീട് കവടിയാർ വെക്കുന്നു എന്നുള്ളതിൽ മാത്രം അത് പക്ഷേ മാധ്യമങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. എന്നതിനപ്പുറം അൻവർ ഉന്നയിച്ച ഒരു ആരോപണങ്ങളും തെളിയിക്കാൻ അൻവറിന് കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അൻവർ പൊളിഞ്ഞുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ADGP MR അജിത് കുമാറിനെ തള്ളാൻ കഴിയില്ല. തള്ളിയാൽ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് MR അജിത് കുമാർ മാധ്യമങ്ങളോട് പോലും വളരെ കാർക്കശ്യത്തോടെ അല്ലെങ്കിൽ ഭയങ്കരമായ അസഹിഷ്ണുതയൊക്കെ പുലർത്തുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് വരട്ടെ, കാര്യങ്ങൾ നോക്കട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ DGP എന്നുള്ള ഒരു കുപ്പായം അണിയാൻ ഇനി ഒരു പക്ഷേ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കൊട്ടിയൂർ സന്ദർശനമൊക്കെ ആയിട്ട് ദൈവത്തിൻ്റെ പിന്നാലെയാണ് MR അജിത് കുമാർ. അതെ, അതിലെങ്കിലും ഒരു രക്ഷയുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിട്ടു കഴിഞ്ഞാൽ സാമാന്യം അയാൾക്കൊരു ബോധ്യം ഉണ്ടാവണം ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളതെങ്കിലും. തീർച്ചയായിട്ടും അയാൾക്കറിയാം പൂരവും ആനയും. അതിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെന്നല്ല, ഇപ്പോൾ ആരാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും ഡെപ്യൂട്ടേഷൻ. ഇപ്പം നമ്മളിപ്പോൾ ജേർണലിസ്റ്റ് ആണെങ്കിലും നമ്മളെ ഇപ്പം നിലമ്പൂരേക്ക് വിടുന്നു, നമ്മളവിടെ പോയി ഉറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഇപ്പോൾ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ജോലി ചെയ്യണം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അതിനാണല്ലോ ഡെപ്യൂട്ടേഷൻ സ്ഥലത്തേക്ക് വിടുന്നത്. നമ്മുടെ സേവനം അവിടെ വേണം, വേറെ ആളെ വിട്ടാൽ മതി. അപ്പോൾ അജിത് കുമാർ അത് മനസ്സിലാക്കണമായിരുന്നു. അദ്ദേഹത്തെ അവിടത്തേക്ക് വിട്ടത് ഇന്ന കാര്യത്തിനാണ്, അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം കിടന്നുറങ്ങിയിട്ട് ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അലംഭാവമാണ് അദ്ദേഹം അതിൽ കാണിച്ചത്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇതിനു മുമ്പ് ഒരുപാട് ആരോപണങ്ങളുണ്ട്. സർവീസ് മെഡലുകൾ കിട്ടേണ്ട ഒരുപാട് അവസരങ്ങൾ ഇയാളുടെ ഇതുപോലുള്ള ചെയ്തികൾ കാരണം ഒഴിഞ്ഞുപോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇതായിട്ടുള്ള ഒരാളെ ഒരു DGP പോലുള്ള പദവിയിലേക്ക് സംസ്ഥാന സർക്കാർ പരിഗണിക്കുക എന്ന് പറയുന്നത് തന്നെ സംസ്ഥാന സർക്കാർ മാറ്റി ചിന്തിക്കേണ്ട സമയമായി. പ്രത്യേകിച്ച് ഇനി ഇപ്പോൾ ഇത് വലിയ വിവാദത്തിലേക്ക് പോകും. ഇന്നത്തെ വൈകുന്നേരത്തെ ചർച്ചകളൊക്കെ വേണമെങ്കിൽ ഇതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും DGP പദത്തിൽ അദ്ദേഹത്തിന് തുടരാൻ അനുവദിക്കണോ എന്ന കാര്യം ഒന്നുകൂടി സംസ്ഥാന സർക്കാർ പരിഗണിച്ചാൽ നല്ലതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.